വിധിച്ചാൽ അത് നടപ്പാകും. അവിടുത്തെ പട്ടാളമുണ്ട്, അവിടുത്തെ അനുയായികളുണ്ട്, ഭരണമുണ്ട്, രാഷ്ട്രമുണ്ട്. ആ ഭരണാധികാരിയുടെ തലയ്ക്ക് മേലെയാണ് വാള് ചുഴറ്റിയിട്ട് ആര് തടയും ചോദിച്ചത് ഈ അക്രമിയായ ഔറസിനോട് വാള് കയ്യിൽ പിടിച്ചിട്ട് ആ ഭരണാധികാരി ചോദിക്കാണ്, മയ്യംനൗക്കമിന്നി, ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിക്കാൻ. ഫത്ഹുൽ മുഈൻ നിങ്ങൾക്കറിയാം, സ്വന്തം ബാപ്പയെ, ഇത് മുസ്ലിമുകൾ നന്നായി മനസ്സിലാക്കണം, മസ്അലകൾ നിയമങ്ങൾ മനസ്സിലാക്കണം. അതെ, സ്വന്തം ബാപ്പയെ ഒരു അക്രമിയായ മനുഷ്യൻ അതാ മുറ്റത്ത് വെച്ച് കൊല്ലുന്നു. മക്കള് വീട്ടിന്റെ ഉള്ളിലായിപ്പോയി, ഗ്രിൽസ് പൂട്ടിയിട്ട് താക്കോല് കാണുന്നില്ല, ഇറങ്ങാൻ കഴിഞ്ഞില്ല. ആ ഭീകരവാദി അല്ലെങ്കിൽ ആ അക്രമി ബാപ്പയെ കൊന്ന് അവൻ ഓടുമ്പോഴേക്ക് ഗ്രിൽസ് തുറന്ന് 10 മക്കളുണ്ട്, നല്ല 1-ാം നമ്പർ ആൺകുട്ടികൾ. ഒരു ഉദാഹരണം, ഇറങ്ങി ഈ കൊലയാളിയെ പിടികൂടിയാൽ ആ കൊലയാളിയെ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച്, ശരീഅത്തനുസരിച്ച് മക്കൾക്ക് കൊല്ലാമോ? ശരിക്കും മനസ്സിലാക്കണം. മക്കൾക്ക് ഈ കൊലയാളിയെ കൊല്ലാമോ? ബാപ്പയെ കൊല്ലുന്നവർ നേരിട്ട് കണ്ടതാ, 10 ആളുകളും പിടിച്ചതാണ് കൊലയാളിയെ. കൊല്ലാമോ? ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കൊല്ലാൻ പാടില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൂ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി സമീപിച്ചോളൂ. കൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? ഒരു വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്താകുമ്പോ ഭരണകൂടത്തിന്റെ മുമ്പിൽ, നിയമപാലകന്മാരുടെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ആ കൊലയാളിയെ ഹാജരാക്കി കേസ് കൊടുക്കണം. കേസ് കോടതി വിചാരണ ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം, എന്നിട്ട് കോടതി വിധിക്കണം അദ്ദേഹത്തെ കൊല്ലണം. അങ്ങനെയേ കൊല്ലാൻ പറ്റുള്ളൂ. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താ? കണ്ണൂർ ജില്ലയിൽ എന്താ നടക്കല്? വേറെ ജില്ലയിൽ എന്താ നടക്കല്? ഏതോ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ രാത്രിയിൽ ആരും കാണാതെ കൊല്ലപ്പെട്ടു. അപ്പോഴേക്ക് തീരുമാനിച്ചു അതിന്റെ എതിര് പാർട്ടിയിലുള്ളവൻ തന്നെയായിരിക്കും. അതിനെന്താ പരിപാടി? എതിര് പാർട്ടിയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ പകരം കൊല്ലുക. കൊന്നവനാരാന്നോ, കൊന്നതെന്തിനാന്നോ ഒന്നും അറിയണമെന്നില്ല, പകരം വേറെ ആളെ കൊന്നു. ഇത് തീവ്രവാദമാണ്. അത് രാഷ്ട്രീയ തീവ്രവാദമാണെങ്കിലും അല്ല, വംശീയ തീവ്രവാദമാണെങ്കിലും ഇത് തീവ്രവാദമാണ്. അത് ഇസ്ലാം അംഗീകരിക്കൂല. അങ്ങനെ കൊല്ലാൻ പറ്റൂല. മറിച്ച് കൊല്ലതിന് കേസെടുക്കാൻ കോടതിയെ സമീപിക്കണം, കോടതി തീരുമാനം എടുക്കണം. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരു തീവ്രവാദവും അനുവദിക്കൂല. ഇസ്ലാം അച്ചടക്കമുള്ളൊരു സമുദായമാണ്. മുസ്ലിമീങ്ങൾ ഇസ്ലാം അച്ചടക്കമുള്ള നിയമങ്ങളാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ എപ്പോഴാ സമാധാനം കിട്ടുക? ഇരിക്കട്ടെ, ഇനി ഒരുപാട് ആ വിഷയത്തിൽ പറയാനുണ്ട്, ഇപ്പൊ നീട്ടുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്, നിയമം നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാള് ഊരിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയ ആ ഗൗറസ് എന്നോട് അങ്ങോട്ട് ചോദിച്ചു, വാള് കയ്യിലെടുത്തിട്ട് മയ്യംനൗക്കമിന്നി, ഞാൻ അങ്ങോട്ട് വിട്ടി ആര് തടയും ഗൗറസെ? ഗൗറസിന്റെ മറുപടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, കുൻ ഖൈരി ആഹിദ്, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ അവിടുന്ന്, എന്നെ ഒന്നും ചെയ്യരുതേ ദയവായി. ആര്? ഈ അക്രമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി തങ്ങളോട് അദ്ദേഹം എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാത്ത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്, എന്റെ തലവെട്ടാൻ വേണ്ടി വന്ന നീ, അക്രമിയായി വന്ന നീ, നിന്റെ വാള് വീണുപോയി, എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ആ വാളെന്റെ കയ്യിലെടുത്തു, എന്റെ കയ്യിൽ ഇപ്പൊ വാളുണ്ട് എന്ന നിലക്ക് അങ്ങോട്ട് ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വാള് കൊണ്ട് വെട്ടാൻ വന്ന വ്യക്തിയോടും കാരുണ്യമാണ്. അദ്ദേഹവും ഒന്ന് സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമാണ്, അദ്ദേഹവും നരകത്തിൽ കിടക്കരുതെന്ന ആശയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അക്രമിയോട് ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹ് പറഞ്ഞയച്ച ആളാണെന്നും അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും നീ ഒന്ന് പ്രഖ്യാപിക്കുമോ മോനെ? ഇവിടെ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടാ പോരല്ലോ, പടച്ചവന്റെ അടുക്കൽ സ്വർഗത്തിലെത്തണ്ടേ, നരകത്തൊന്നും രക്ഷപ്പെടണ്ടേ. എന്നെ ആക്രമിച്ചവനും കാരുണ്യം ചെയ്യേണ്ട നേതാവല്ലേ ഞാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമെന്നല്ലേ റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. അക്രമിക്കും കാരുണ്യമാണ്. അക്രമിയെ സ്വർഗത്തിൽ കടത്താൻ അവിടുന്ന് ചോദിക്കുന്നു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുമോ മോനെ?
സൗറത്തിന്റെ മറുപടി ഇല്ല, നോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. ശരിക്കും ശ്രദ്ധിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരെ തലവട്ടാണ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗൗറത്ത് പറയാനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാനൊന്നും ഞാനില്ലേ, പക്ഷെ നിങ്ങൾ എന്നൊന്നും ചെയ്യണ്ട. വലാകിന്നി ഉആഹിദുക, പക്ഷേ ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യുന്നു, അല്ലാ ഉഖാതിലക, നിങ്ങളോട് ഇനി പോരാടാൻ ഞാൻ വരൂല, ഇനി ഞാൻ നിങ്ങളോട് പോരാടാൻ വരൂല. വലാകൂനു മാമൻ യുഖാതിലുക, തങ്ങളോട് പോരാടുന്ന കക്ഷികളെ പക്ഷത്തും ഞാൻ നിൽക്കൂല. ഞാൻ ഡയറക്റ്റ് ഇനി വെട്ടാനും പോരാടാനും വരൂല. അങ്ങനെ പോരാടുന്ന കക്ഷികളെ കൂടെ ഞാൻ നിൽക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനൊട്ട് പറയേയില്ല. ഓ സുഹൃത്തുക്കളെ, നേരത്തെ സ്വാമിജി കേൾപ്പിച്ചില്ലേ വാചകം? സ്വാമിജിയുടെ വാചകം ഞാൻ കേൾപ്പിച്ചില്ലേ? അങ്ങനെ ബഹുദൈവ വിശ്വാസികളെ വെട്ടണം, കൊല്ലണം. അങ്ങനെ ഖുർആനിലുണ്ടെങ്കിൽ ആ ഖുർആൻ അറിയുന്നത് മുഹമ്മദ് നബിക്കല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഭരണാധികാരിയെ തലവെട്ടാൻ വേണ്ടി വാളുമെടുത്തു വന്ന ഈ അക്രമി, കയ്യിലിപ്പ നബി തങ്ങളുടെ കയ്യിൽ വാളുണ്ട്, ആരും ചോദ്യം ചെയ്യാനില്ല, ഒരു കേസും ഇവിടെ രജിസ്റ്റർ ചെയ്യാനില്ല. ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആ അക്രമിയുടെ തല വെട്ടിയോ? അതേ 1200-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക മുസ്ലിം പണ്ഡിതനായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം ബുഖാരിയുടെ ഉസ്താദും ശാഫി ഇമാമിന്റെ ശിഷ്യനുമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലോക പ്രസിദ്ധമായ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഫഖല്ലാ സബീലഹു, എപ്പോഴും ആരോടും പുഞ്ചിരിക്കുന്ന നേതാവ് ആ അക്രമിയെ വെറുതെ വിട്ടുകൊടുക്കുന്നു. എന്നാ പോയിക്ക മോനെ, എന്നോടിനി യുദ്ധത്തിനില്ല, എന്നോട് പോരാടാനില്ല, അതേ എന്റെ അനുയായികളോട് പോരാടാനില്ല, എന്നോട് പോരാടുന്നവരുടെ പക്ഷത്ത് നിൽക്കാനുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുമില്ല. എന്നാ നീ പോയിക്കോ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരെയൊക്കെ തലവെട്ടിക്കളയാം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു മുസ്ലിം പണ്ഡിതനും അങ്ങനെ ചിന്തിക്കരുത്, ഒരു മുസ്ലിം മൗലവിയും അങ്ങനെ ക്ലാസ് എടുക്കരുത്. അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ജനങ്ങൾക്കതിൽ ക്രൂരനായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അള്ളാഹിന്റെ റസൂലിനോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ വളരെ വിനയത്തോടുകൂടി ബോധ്യപ്പെടുത്തുകയാണ്.